സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, ഇന്ന് സഭ അഭിമുഖീകരിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പാഷണ്ഡതകൾ കടന്നു വരുന്നു. അതുപോലെ ഭിന്നത ആരംഭിക്കുന്നു. അതുപോലെ തന്നെ കൺഫ്യൂഷൻസ്, പിശാച് അവനെ തീയമ്പുകളാൽ സഭയിലേക്ക് എറിയുന്നു. അങ്ങനെ തിരുസഭ വളരെയധികം വേദനയാലും ഞെരുക്കങ്ങളും കഴിഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സഭ നമ്മളാണ്. നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ബിഷപ്പുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കാർഡിനൽമാർക്ക് പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പോപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. സഭ വേറെയൊന്നല്ല. സഭ നിങ്ങളാണ്, സഭ ഞാനാണ്, നിങ്ങളാണ്, സഭ നമ്മളാണ്. അപ്പം നമുക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക. നമ്മൾക്ക് പ്രാർത്ഥിക്കേണ്ട ഒന്നാണ് കുടുംബ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ ഇടവകകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇടവകയിലുള്ള അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ പ്രാർത്ഥന ഏത് ശൈലിയിലായിരിക്കണം? അപ്പസ്തോലന്മാർ എങ്ങനെ പ്രാർത്ഥിച്ചു, അവര് രാത്രികാലങ്ങളിൽ ആരാധിച്ചത് എങ്ങനെയാണ്, അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെയാണ് വലിയ റിസൾട്ട് കിട്ടുന്നത്. ഹല്ലേലൂയ. ഹീതൻസ് ചെയ്യുന്ന പോലെ ജൽപ്പനങ്ങളാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രാർത്ഥനയല്ല, ഹൃദയം തുറന്ന്, അതായത് സ്പോണ്ടേനിയസ് പ്രാർത്ഥന. അതാണ് അന്ന് അവർ ചെയ്തത്. ഹൃദയം തുറന്ന് ഞാൻ പറയുക, അതാണ് അവർ ചെയ്തത്. സ്വയം പ്രേരിത പ്രാർത്ഥന. പിതാവിനോട് ഹന്ന പ്രാർത്ഥിച്ചതുപോലെ, പരിശുദ്ധ മാതാവ് ദൈവത്തെ സ്തുതിച്ചതുപോലെ, അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതുപോലെ, പൗലോസ്ലീഹയുടെ ശക്തമായ പ്രാർത്ഥനകൾ എത്ര മനോഹരവും ശക്തിയേറിയതുമായിരുന്നു. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. ഹല്ലേലൂയ. ദൈവം അതിന്റെ ഉത്തരം അറിയിക്കും. അവന്റെ കരങ്ങൾ നീട്ടി അത്ഭുതങ്ങൾ ചെയ്യും. പാഷണ്ഡതകൾ മാറ്റും, കൺഫ്യൂഷൻസ് മാറ്റും, തെറ്റായ രീതിയിലുള്ള പഠനങ്ങളും മാറ്റും. പരിശുദ്ധാത്മാവിന്റെ വചനം ആഴമായ ഹൃദയത്തിന്റെ മർമ്മങ്ങൾ സഭയിലേക്ക്, തിരുസഭയിലേക്ക്, കത്തോലിക്ക സഭയിലേക്ക് കടന്നു വരും. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വചനത്താൽ ശക്തീകരിച്ച് അവർ ജനങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി, വചനം പഠിപ്പിക്കുവാൻ വേണ്ടി, അവരുടെ ഹൃദയം നുറുങ്ങുവാൻ വേണ്ടി, ആടുകൾക്ക് വേണ്ടി അവർ കരയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ഞായറാഴ്ച ദൈവം ശക്തമായി നിങ്ങൾ ഉപയോഗിക്കട്ടെ. സുവിശേഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നോർത്ത് ഇന്ത്യയിലേക്ക് എത്രയോ സുവിശേഷകന്മാരെ നയിച്ചുകൊണ്ടിരിക്കുന്നു, അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, പള്ളികൾ തകർക്കുന്നു, ഹോസ്പിറ്റലുകൾ തകർക്കുന്നു, ക്രിസ്ത്യൻ സമുദായത്തെ നാനാവിശേഷമാക്കിയാൽ ഒരിക്കലും പറ്റത്തില്ല. കാരണം ഓരോ രക്തത്തുള്ളി ഭൂമിയിൽ വീഴുന്തോറും ആ രക്തത്തിൽ 10,000 എഴുന്നേൽക്കും എന്നുള്ള പഴയ ചൊല്ല് അല്ല നമ്മൾ ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. കാരണം യേശുക്രിസ്തുവിന്റെ മക്കൾ വളർന്നുകൊണ്ടേയിരിക്കും, ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ആത്മാവിലുള്ള പ്രാർത്ഥന, ഭാഷാവരത്തിലുള്ള പ്രാർത്ഥന, ഞെരുക്കങ്ങളാലുള്ള പ്രാർത്ഥന, കണ്ണുനീരോടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വീണ്ടും വീണ്ടും ഞാൻ പറയാം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് സഭ. നമ്മളാണ് സഭ. സഭ എന്ന് പറഞ്ഞാൽ വേറൊരാളല്ല, യേശുക്രിസ്തുവുള്ള എല്ലാവരും സഭയാണ്, തിരുസഭയാണ്. ആ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി, കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭാര്യയ്ക്കും ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അയൽവാസികൾക്ക്, ഇടയന്മാർക്ക്, ഇടവകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ. Hallelujah. God bless you. Come to the world. Watch Caris Club.